വിജയെ നായകനാക്കി വെങ്കട് പ്രഭു സംവിധാനം ചെയ്ത ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന ചിത്രം സമ്മിശ്ര പ്രതികരണങ്ങളാണ് നേടിയതെങ്കിലും അതൊന്നും കളക്ഷനെ ബാധിച്ചിട്ടില്ല. നെഗറ്റീവ് കമന്റുകൾ വന്നാലും അണ്ണന്റെ പടം ഞങ്ങൾ കാണുമെന്ന് വിജയ് ഫാൻസ് ഉറപ്പിച്ചതോടെ സെപ്റ്റംബർ 5 റിലീസ് ചെയ്ത ഗോട്ട് 200 കോടി ക്ലബും പിന്നിട്ട് കുതിക്കുകയാണ്. ചിത്രത്തിൽ വിജയുടെ നായികയായി എത്തിയത് സ്നേഹയായിരുന്നു. വസീകര എന്ന ചിത്രത്തിന് ശേഷം വിജയ് സ്നേഹ കോംബോ ആവർത്തിച്ചതിൽ ആരാധകരും സന്തോഷവാന്മാരായിരുന്നു. എന്നാൽ ഈ റോളിലേക്ക് ആദ്യം പരിഗണിച്ചിരുന്നത് സ്നേഹയല്ല നയൻതാരയായിരുന്നു എന്ന് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ സംവിധായകൻ വെങ്കട് പ്രഭു വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അത് സാധിക്കാത്തതുകൊണ്ടാണ് സ്നേഹയിലേക്ക് എത്തിയത് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സിനിമയിൽ വിജയ് ഇരട്ട വേഷത്തിലെത്തുമ്പോൾ അമ്മ റോളിലേക്കും സ്നേഹയുടെ കഥാപാത്രം മാറുന്നുണ്ട്. വിജയുടെ അമ്മയായി അഭിനയിക്കേണ്ടതിനാലാവാം നയൻതാര സിനിമയിൽ നിന്ന് പിന്മാറിയത് എന്നാണ് ഈ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ. എന്നാൽ യഥാർത്ഥ കാരണം എന്താണെന്ന് വെങ്കട് പ്രഭു ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. സിനിമ കണ്ടിട്ട് തന്നെ നയൻതാര വിളിച്ച് പ്രശംസിച്ചിരുന്നു എന്നും വെങ്കട് പ്രഭു കൂട്ടിച്ചേർക്കുന്നുണ്ട്. ചിത്രത്തിൽ തന്നെ കാസ്റ്റ് ചെയ്യാതിരുന്നത് വളരെ നന്നായി എന്നും മറ്റാർക്കും പകരം വെക്കാൻ പറ്റാത്ത വിധം അതിഗംഭീരമായി സ്നേഹ ആ റോൾ ചെയ്തുവെന്നും നയൻതാര പറഞ്ഞുവെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഗോട്ട് ഹോളിവുഡ് ചിത്രമായ ജെമിനി മാന്റെ റീമേക്ക് ആണ് എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രഖ്യാപിച്ച സമയത്ത് വന്നിരുന്നു. എന്നാൽ ഗോട്ട് മറ്റൊരു സിനിമയുടെയും അഡാപ്റ്റേഷൻ അല്ല എന്നാണ് വെങ്കട് പ്രഭു വ്യക്തമാക്കിയത്. ഗോട്ടുമായി ബന്ധപ്പെട്ട് വന്നതൊക്കെ വ്യാജ വാർത്തകളാണെന്നും ജെമിനി മാനുമായി ഗോട്ടിന് യാതൊരു സാമ്യതകളുമില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പിന്നാലെ ആ ചർച്ചകൾ അവസാനിക്കുകയും ചെയ്തു. സിനിമയുടെ റിലീസ് കഴിഞ്ഞതോടെ മറ്റൊരു കോപ്പിയടി വിവാദം കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട്. പ്രശസ്ത റെസ്ലർ ബാറ്റിസ്റ്റ പ്രധാന വേഷത്തിലെത്തിയ ഫൈനൽ സ്കോർ എന്ന സിനിമയുമായിട്ടാണ് ഗോട്ടിനെ പ്രേക്ഷകർ താരതമ്യപ്പെടുത്തിയത്. സ്കോട്ട്മാൻ സംവിധാനം ചെയ്ത ഫൈനൽ സ്കോർ ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. ചിത്രത്തിന്റെ ക്ലൈമാക്സ് രംഗവും ഗോട്ടിന്റെ ക്ലൈമാക്സും തമ്മിൽ നല്ല സാമ്യമുണ്ടെന്നാണ് പോസ്റ്റ് പങ്കുവെക്കുന്നവർ വിലയിരുത്തിയിട്ടുള്ളത്. ഫൈനൽ സ്കോറിൽ ഫുട്ബോൾ മത്സരം കാണാനാണ് നായകനും പെൺകുട്ടിയും എത്തുന്നതെങ്കിൽ ഗോട്ടിലേക്ക് വരുമ്പോൾ അത് ചെന്നൈ മുംബൈ IPL മത്സരമായി മാറുന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നാണ് ഒരു വിഭാഗം പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. ഈ രംഗങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുമുണ്ട്. വിവാദങ്ങൾ ഉണ്ടെങ്കിലും ബോക്സ് ഓഫീസിൽ വമ്പൻ കുതിപ്പ് തന്നെയാണ് ഗോട്ട് നടത്തുന്നത്. കളക്ഷൻ വാരിക്കൂട്ടുന്നുണ്ടെങ്കിൽ പോലും ചിത്രത്തെക്കുറിച്ച് സമ്മിശ്ര പ്രതികരണം മാത്രമാണ് വന്നിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സിലായിരിക്കും ചിത്രം പ്രീമിയർ ചെയ്യുക എന്നാണ് സൂചന. ഗോട്ടിന്റെ അൺകട്ട് പതിപ്പാണ് OTT പ്ലാറ്റ്ഫോമുകളിൽ റിലീസ് ചെയ്യുക. ചിത്രത്തിന്റെ ഒറിജിനൽ റൺ ടൈം 3 മണിക്കൂറും 20 മിനിറ്റുമാണ്. 18 മിനിറ്റിലധികം സെൻസർ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം നീക്കം ചെയ്തിട്ടുണ്ട്. വൻ ഹൈപ്പോടെ വന്ന ചിത്രം ആദ്യ ദിവസം തന്നെ 170.5 കോടി രൂപ ഇന്ത്യയിൽ നിന്ന് നേടിയിരുന്നു. 90s പല താരങ്ങളും ഒത്തുചേരുന്ന ഗോട്ടിൽ അതിഥി വേഷത്തിൽ ധോണി, ശിവകാർത്തികേയൻ എന്നിവരുമുണ്ട്. എന്തായാലും ചിത്രം തിയേറ്ററുകളിൽ ജൈത്രയാത്ര തുടരുകയാണ്.